ഒടുവിൽ ഒരു സന്തോഷ വാർത്ത വന്നല്ലോ. ഇപ്പം പല സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡുകളൊക്കെ പിരിച്ചുവിടാൻ തുടങ്ങി കേൾക്കുന്നത്. ആന്ധ്രയിലൊക്കെ അങ്ങനെ ചെയ്തു. ആന്ധ്രയിൽ പിരിച്ചുവിട്ടു എന്നൊരു വാർത്ത ഉണ്ട്. പിരിച്ചുവിട്ടാലെന്താ കുഴപ്പം? അല്ല, വഖഫ് ഇല്ലല്ലോ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ആ വാർത്ത വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ പറയുന്ന പോലെ സന്തോഷിക്കാൻ പാകമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വഖഫിനെ അബാൻഡൻ ചെയ്തു എന്നാണ് ഇന്നലെ ഒരു ചാനലിൽ കണ്ടത്. ചന്ദ്രബാബു നായിഡുവിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് വഖഫ് ബോർഡിന് ഇല്ല. അങ്ങനെയല്ല. അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് ഇന്നലെ വന്നിട്ടുണ്ട്. ഗവൺമെൻറ് സെക്രട്ടറി കെ ഹർഷവർദ്ധനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ജിയോ നമ്പർ MS നമ്പർ 47 ഉത്തരവ്. അതിനകത്ത് പറയുന്നത് വഖഫ് ബോർഡിൻ്റെ ഭരണസമിതി പിരിച്ചുവിട്ടു. അത്രയേ ഉള്ളൂ. വഖഫ് ബോർഡിൻ്റെ ഭരണസമിതി പിരിച്ചുവിട്ടു. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ഹൈക്കോടതി ഉത്തരവ് എന്ന് പറയുന്നത് വഖഫ് ബോർഡിന് ഇപ്പോൾ ചെയർമാനില്ല. 2023 മുതൽ, കഴിഞ്ഞ വർഷം മുതൽ ആന്ധ്രാപ്രദേശിലെ വഖഫ് ബോർഡ് പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തിക്കാത്തത് കൊണ്ട് ആ വഖഫ് ബോർഡിനെ പിരിച്ചുവിടുന്നു. അതിന് ചെയർമാൻ പോലുമില്ല. അപ്പോൾ അതിന് വഖഫ് ബോർഡിൻ്റെ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 11 അംഗ കമ്മിറ്റിയാണ്. 7 പേരെ നോമിനേറ്റ് ചെയ്യും. 3 പേര് മുസ്ലിം MLA തിരഞ്ഞെടുത്താണ്. അതാണ് 11 അംഗ അതിനാണ് ചെയർമാൻ ഇല്ലാത്തത്. അപ്പോൾ ഇതാണ് ആന്ധ്രയിലെ വഖഫ് ബോർഡ്. വഖഫ് ബോർഡിൻ്റെ ഭരണസമിതി. ആ ഭരണസമിതി 2023 കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവർത്തിക്കുന്നില്ല. ചെയർമാൻ പോലുമില്ല. ഒരു കാര്യവും നടക്കുന്നില്ല. ചെയർമാൻ ഇല്ലാതെ വഖഫ് ബോർഡിന് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് സ്റ്റേ കിടക്കുകയാണ് ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ്റെ സ്ഥാനം. അപ്പോൾ പ്രവർത്തിക്കാത്ത ഭരണസമിതി പിരിച്ചുവിട്ടതേ ഉള്ളൂ എന്നാണ് നമ്മൾ സൂക്ഷ്മമായി അതിൻ്റെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ. പക്ഷേ ഒറ്റയടിക്ക് വാർത്ത വന്നപ്പോൾ അത് വല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പോൾ നോക്കുമോ, ചിലയിടത്തൊക്കെ ഞാൻ കണ്ടില്ലേ, വഖഫ് ബില്ല് പാസ്സാവുന്നതിന് മുമ്പ് ചന്ദ്രബാബു നായിഡു വഖഫ് തന്നെ എടുത്തു കളഞ്ഞു. കള്ളത്തരമാണ്. കാരണം വഖഫിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. എങ്ങനെ പറ്റും? പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമല്ലേ. 95 നെഹ്റുവിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നിയമം 95 അതിന് കൂടുതൽ അധികാരം കൊടുത്തു. 2011 അതിവിപുലമായ അധികാരം, ഇന്ത്യ മുഴുവൻ വേണം വഖഫാക്കാവുന്ന തരത്തിലുള്ള അധികാരം കൊടുത്ത് കോൺഗ്രസ്, നെഹ്റു മുതൽ നരസിംഹറാവു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള കാലത്ത് അതിശക്തമായ വകുപ്പുകൾ ചേർത്ത് ബലപ്പെടുത്തിയ ഭരണഘടനാ വ്യവസ്ഥയ്ക്കും മുകളിലുള്ള സംവിധാനമാണ് വഖഫ് ബോർഡ്. അതിന് ഒരു സംസ്ഥാന സർക്കാരിന് എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റും? കേന്ദ്ര നിയമത്തെ സംസ്ഥാന സർക്കാർ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ വഖഫിൻ്റെ കമ്മിറ്റിയെ പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിടാൻ വേറൊരു കാരണം കൂടിയുണ്ട്, രാഷ്ട്രീയ കാരണം കൂടിയുണ്ട്. വഖഫ് ബോർഡിൻ്റെ ഈ കമ്മിറ്റി YSR കോൺഗ്രസിൻ്റെ കാലത്ത് നിയമിച്ചതാണ്. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിൻ്റെ സർക്കാരാണ്. അപ്പോൾ രാഷ്ട്രീയ നിയമനമാണല്ലോ. ദേവസ്വം ബോർഡ് പോലെ തന്നെ വഖഫും. അപ്പോൾ അതിനകത്ത് 3 പേരെ ഇലക്റ്റഡ് ആയിരുന്നു. 7 പേരെ സർക്കാർ നോമിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ 7 പേരായിരിക്കും? പഴയ സർക്കാരിൻ്റെ ആളുകളായിരിക്കും. പുതിയ സർക്കാരിൻ്റെ ആളുകളെ നോമിനേറ്റ് ചെയ്യും. അതല്ലേ? അപ്പോൾ അവിടുത്തെ ഈ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി NMD ഫൗക്കിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. വഖഫ് നല്ല ഭരണവും വഖഫിൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാർ ചെയ്യും. എന്തായിരിക്കും നടപടി? പുതിയ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അല്ലേ? അപ്പോൾ എന്തിനാണ് ഇത്തരം ഒരു വാർത്ത കേട്ടിട്ട് വെറുതെ ചാടിത്തുള്ളി മതിക്കുന്നതെന്നറിയില്ല. എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കേന്ദ്രത്തിലെ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരാൻ കിടക്കുകയാണല്ലോ, പാർലമെൻറ്റിൽ കിടക്കുകയാണ്. അത് മാറ്റി ബജറ്റ് സെഷൻ വരെ, ഫെബ്രുവരി അവസാനം വരെ മാറ്റിയിട്ടുണ്ട്. അതിൽ പോലും ഈ പൂർണ്ണമായ ഒരു പിന്തുണ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പവൻ പറഞ്ഞിട്ടില്ല. കാരണം മുൻകാലങ്ങളിൽ SDPIയുടെ പോലും ഐക്യമുണ്ടാക്കിയിട്ടുള്ള ആളാണ് ചന്ദ്രബാബു നായിഡു. ചന്ദ്രബാബു നായിഡുവിന് ഇനി ഒരുപാട് കാലം ആന്ധ്ര ഭരിക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ താല്പര്യമുണ്ട്. മുസ്ലിങ്ങളെ ആകെ പണക്കാൻ അദ്ദേഹം തയ്യാറല്ല. അതുകൊണ്ട് ഈ ബില്ലിനെ അദ്ദേഹം പിന്തുണയ്ക്കുമോ എന്ന് പോലും സംശയം നിൽക്കുമ്പോഴത്തേക്കാണ് ഈ വാർത്ത. അതുടനെ ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു. ഇനി ബില്ല് പാസ്സായിക്കോളും. അദ്ദേഹം എന്ത് ചെയ്തു? മോദിയേക്കാളും വലിയ, യോഗിയേക്കാളും വലിയ, ഹിമന്ത ശർമ്മയേക്കാളും വലിയ ഇസ്ലാം ഫണ്ടമെൻ്റലിസത്തിനെ പൊരുതുന്ന, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പൊരുതുന്ന ആളാണെന്ന് ധരിച്ച് ചില ആളുകളങ്ങ് ചാടിത്തുള്ളുകയാണ്. സത്യത്തിൽ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, വിശദാംശം നോക്കുന്നു, അതിൻ്റെ ജിയോ നമ്പർ ഞാൻ എടുത്തു നോക്കി, എല്ലാം നോക്കി. അതുകൊണ്ട് ആസ് പെർ ദ സുപ്രീം കോടതി ഡയറക്ഷൻസ്, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. സുപ്രീം കോടതി സ്റ്റേ കുടുക്കിട്ടക്കുകയാണ്. ഇനി ആ കേസ് തീരുമ്പോൾ എത്ര കാലം എടുക്കും? അതുകൊണ്ട് ഈ കമ്മിറ്റിയെ പിരിച്ചുവിടുന്നു എന്നാണ് പറഞ്ഞത്. വഖഫില്ലാതായിരിക്കുന്നു എന്നല്ല. ഇനി തമിഴ്നാട്ടിൽ വഖഫില്ല എന്ന് പറഞ്ഞിട്ടില്ല. വഖഫിൻ്റെ ഭരണസമിതിയില്ല. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ചില വാർത്തകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അമിതാവശ്യം കാണിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ ചാടും. അത് ക്രോസ് ചെക്ക് ചെയ്യണ്ടേ? മലയാളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളും ചന്ദ്രബാബു നായിഡുവിനെ കണ്ടുപിടിക്ക്, വഖഫ് എടുത്തു കളഞ്ഞു. എന്തൊരു മണ്ടത്തരാണ്!
അതൊന്നും ചെയ്യാൻ പറ്റില്ല. വഖഫിനെ സംബന്ധിച്ച് വഖഫ് എന്ന് പറയുന്നത് അതിഭീകരമായ ഒരു രാക്ഷസനെ പോലെ നമ്മുടെ മുന്നിൽ നിൽക്കും. ഞാനൊരു കണക്ക് കണ്ടു കേട്ടോ. 1950 വഖഫ് ബോർഡിന് എത്ര ഏക്കർ ഭൂമി ഉണ്ടായിരുന്നറിയോ? 5200 52,000 ഏക്കർ ഭൂമി. 5200 അല്ല, അത് 2009 ആയപ്പോൾ, അതായത് 50 വർഷവും 59 വർഷം കഴിഞ്ഞപ്പോൾ 4 ലക്ഷം ഏക്കറായി. 52,000 എന്നുള്ളത് 4 ലക്ഷം. 4 ലക്ഷമായി. ഈ 2009 2016 ആയപ്പോഴത്തേക്കിന് 6 വർഷം, അതായത് 59 വർഷം കൊണ്ട് 52,000 എന്നുള്ള 4 ലക്ഷമായി. എന്നാൽ 2009 4 ലക്ഷം ആയിരുന്നത് 2014 ആയപ്പോഴത്തേക്ക് 6 ലക്ഷമായി. 2 ലക്ഷം കൂടി. 2 ലക്ഷം കൂടി. അതായത് 2013 2013 നിയമഭേദഗതി വന്നു. വഖഫ് ബൈ യൂസ് എന്നുള്ള സാധനം വന്നു. ആർക്കും വഖഫ് ചെയ്യാന്നുള്ളത് നിയമം വന്നു. അതായത് കൂടുതൽ അധികാരം. മുസ്ലിം അല്ലാത്ത ആളുടെ ഭൂമിയും വഖഫാണെന്ന് പറയാമെന്നുള്ള സാധനം വന്നു. മുസ്ലിം അല്ലാത്ത ആൾക്കും വഖഫ് ചെയ്യാമെന്നുള്ള നിയമ ഭേദഗതി വന്നു. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഈ പറഞ്ഞതുപോലെ 4 ലക്ഷം 2009 ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 2 ലക്ഷം ഏക്കർ കൂടി. അത് 4-5 വർഷം കൊണ്ട്. 4-5 വർഷം കൊണ്ട്, 6 വർഷം കൊണ്ട്. ഇനി 2014 മുതൽ 2024 ആസ് ഓൺ ടുഡേ, ഇന്നത്തെ കണക്കനുസരിച്ച് 9,40,000 ഏക്കറുണ്ട്. അതായത് 2010 വർഷം കൊണ്ട് വീണ്ടും എത്ര കൂടി? 3,40,000 ഏക്കർ കൂടി. എങ്ങനെ? 1995 2013 കൊണ്ടുവന്ന നിയമത്തിലൂടെ ഇവർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങൾ വന്നപ്പോൾ ആരുടെ ഭൂമിയും ഏത് ഭൂമിയും പിടിച്ചെടുക്കാമെന്നുള്ള വ്യവസ്ഥ വന്നപ്പോൾ വിസ്തൃതി കൂടി. അപ്പോൾ ഇത് ഈ കണക്കൂടെ നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. ഇത് എത്ര ഭീകരമാണ് വഖഫ് എന്നുള്ളത്. അതായത് ഒന്നുകൂടെ ഞാൻ ഡാറ്റ പറയാം. ഇത് ആളുകൾ നമുക്ക് അതിൻ്റെ ഒരു കാർഡ് കാണിക്കാം. അത് വഖഫ് തിന്ന ഭൂമിയുടെ കണക്കാണ്. ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഭൂമി എത്രമാത്രം ഇവർ തിന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 950 52,000 ഏക്കർ, 2009 4 ലക്ഷം ഏക്കർ. ഈ 2009 എന്ന് പറയുമ്പോൾ 95 ആദ്യത്തെ ഭേദഗതി വന്നു, വഖഫിന് കൂടുതൽ അധികാരം കൊടുത്തു. അതെ, അതുകൊണ്ടാണ് 95 ശേഷമുള്ള കാലത്താണ് ഏറ്റവും കൂടുതൽ എൻക്രോച്ച്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എൻക്രോച്ച്മെൻറ്റ് എന്ന് നമ്മൾ പറയും, പിടിച്ചെടുക്കൽ ഇവർ നടത്തിയിട്ടുള്ളത് 4 ലക്ഷം ഏക്കർ. അത് 2014 എത്തിയപ്പോൾ 6 ലക്ഷമായി. അപ്പോഴത്തേക്ക് 2013 വീണ്ടും മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ പോകുന്നതിന് മുമ്പ് ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ട് ഇവർക്ക് അനിയന്ത്രിതമായ അധികാരങ്ങൾ കൊടുക്കുകയും ഡൽഹിയിലെ 126 പ്രോപ്പർട്ടീസ് ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് 2 ലക്ഷം കൂട്ടിയത്. പിന്നെ 24 എത്തിയപ്പോഴത്തേക്ക്, ഇപ്പോൾ 2014 മോദി അല്ലായിരുന്നോ? ചോദിക്കാം, സ്വാഭാവികമാണ്. മോദി സർക്കാർ എന്തുകൊണ്ടെന്ന് വഖഫ് നിയമം കൊണ്ടുവന്നില്ല. നിങ്ങൾക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്കുണ്ടായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചോദിക്കുന്നവർ ഒന്നൊരു കാര്യം സമ്മതിക്കുന്നുണ്ട്, ഈ നിയമത്തിൽ കുഴപ്പമുണ്ട് അല്ലേ? അതെ, കുഴപ്പമുണ്ട്. അതപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മോദി കഴിഞ്ഞ 2 ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. കാശ്മീർ അല്ലേ 370 സ്ക്രാപ്പ് ചെയ്തു, മുത്തലാഖ് നിരോധിച്ചു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഒരു പ്രയോറിറ്റി വൈസായിട്ടാണ് കൊണ്ടുവരുന്നത്. പിന്നെ മാത്രമല്ല CAA കൊണ്ടുവന്നു. CAA കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് CAAയുടെ കാര്യത്തിൽ മോദി സർക്കാരിന് പറ്റിയൊരു പാളിച്ച, കർഷക സമരത്തിൽ പറ്റിയ പാളിച്ച തന്നെയാണ്. പക്ഷെ CAA പാസ്സാക്കിയെടുത്തു. പക്ഷെ കർഷക സമരത്തിൽ പറ്റി എന്താണ്? കർഷക സമരം അങ്ങ് പാർലമെൻറ്റിൽ പാസ്സാക്കി. എന്താണ് ആ ബില്ല് വഴി ഉണ്ടാകുന്ന നേട്ടങ്ങളെന്ന് വ്യാപകമായ ചർച്ച രാജ്യത്തുണ്ടായില്ല. അതേസമയം അതും JPCക്ക് വിടുകയും ഇപ്പോൾ നടക്കുന്ന പോലെ ഇന്ത്യ എമ്പാടും വലിയ തോതിൽ ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ കർഷക സമരം പോലും ഉണ്ടാവില്ലായിരുന്നു, പൊളിഞ്ഞു പോയനെ. CAAയുടെ കാര്യത്തിൽ പിന്നെയും കുറേ ചർച്ചകൾ നടന്നു, എന്തായാലും സമരം ഉണ്ടായി. പക്ഷേ വഖഫ് ബില്ലിൻ്റെ കാര്യം നോക്കൂ, ഇപ്പോൾ ചർച്ചക്കാരെങ്കിലും വഴിയിലിറങ്ങിയാൽ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലും അല്ലേ? സമരത്തിനാരെങ്കിലും വഴിയിലിറങ്ങിയാൽ. കാരണം ഈ ചർച്ചകൾ നടന്നുകൊണ്ട് ആളുകൾക്ക് മനസ്സിലായി വഖഫ് എന്ന് പറയുന്നത് ഒരു ലാൻഡ് ജിഹാദാണ്, ഭൂമി ജിഹാദാണ്. ആരുടെ ഭൂമിയും ഇവർക്ക് തട്ടിയെടുക്കാം. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, ഇത് വഖഫ് ചെയ്തിട്ടുണ്ട്, മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് കൊടുത്ത ഭൂമിയും നമ്മുടെ അപ്പൂപ്പൻ്റെ ആയിട്ട് കിട്ടിയ ഭൂമിയും വേണമെങ്കിൽ തട്ടിയെടുക്കാം. ഇപ്പോഴും മനസ്സിലാകാത്ത ആളുകളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ കാര്യമല്ല, വഖഫ് മുസ്ലിങ്ങളെ അല്ല. നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ, നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പൻ നിങ്ങളുടെ ഭൂമി പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെന്ന് 2 പേര്, ഒരു സുലൈമാനും ഒരു ജാഫറും വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭൂമി പോയി. ഇങ്ങനൊരു വ്യവസ്ഥ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ CAAയുടെയും കർഷക സമരത്തിൻ്റെയും നടക്കുന്ന പോലത്തുള്ള കോർണർ മീറ്റിംഗ് പോലും ഇത് നടക്കുന്നില്ല. കാരണം ആളുകൾക്കറിയാം എന്തുകൊണ്ടാണ് ഈ വഖഫ് അനുകൂലികളെന്ന് പറയുന്ന ആളുകൾ ഇവിടെ വലിയ ജാഥ നടത്തുന്നത്. വഖഫ് സംരക്ഷണത്തിന് വേണ്ടി
ജാഥ നടക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇപ്പം ആലപ്പുഴയിൽ ഒരു ജാഥ നടക്കുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ MLA മഹേഷാണ്. അത് ശരി. ആ അപ്പോൾ കേരളത്തിലിപ്പം കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ എന്നിവരൊക്കെയാണല്ലോ വഖഫിന് ഇത് എന്തും ചെയ്യാൻ, ആരുടെയും ഭൂമി എടുക്കാനുള്ള അവകാശം വേണം എന്ന് വാദിക്കുന്ന പ്രധാനികൾ പരസ്യമായി. ബാക്കി കോൺഗ്രസ്സുകാരൊന്നും മിണ്ടിയിട്ടില്ല. അവരുടെ തീരുമാനം അതൊക്കെ തന്നെയാണ്. നമ്മുടെ നിയമസഭയിൽ 140 MLA-മാരും കൂടിയിട്ട് ആരുടെയും ഭൂമി കൊള്ളയടിക്കാനുള്ള ഈ നിയമം അംഗീകരിച്ച് കൊടുക്കണമെന്ന് നിയമം പാസ്സാക്കി, പ്രമേയം പാസ്സാക്കി. നിയമമല്ല, പ്രമേയം. കാരണം ഇവിടെ കുറേ പ്രമേയം പാസ്സാക്കുന്നുണ്ട്. CAA-ക്കെതിരെ നിയമം, 370 ഏറ്റെടുത്ത നിയമം. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും പ്രമേയം പാസ്സാക്കും. പുല്ല് വിലയില്ലാത്ത പ്രമേയമാണ്. എന്നാൽ പോലും ഇവരുടെ രാഷ്ട്രീയ തന്നിറം വ്യക്തമാകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വഖഫിനെതിരെയുള്ള ഒരു പോരാട്ടം ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൃത്യമായ വാർത്തകൾ മനസ്സിലാക്കി ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇപ്പോൾ നാളെ ഇവിടെ പറയണം ആന്ധ്രാപ്രദേശ് ചെയ്ത പോലെ പിണറായി വിജയൻ ചെയ്തോ എന്ന് ചോദിക്കാം. ചെയ്യാത്തത് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ യോഗി എന്താ ചെയ്യാത്തത് ഉണ്ടാവും. ചന്ദ്രബാബു നായിഡു ചെയ്തു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. അങ്ങനെയല്ല സാർ, ഇത് ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ ഭരണസമിതിയെ പിരിച്ചുവിട്ടതേ ഉള്ളൂ. പക്ഷേ വാർത്തകൾ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. വലിയ കാമ്പയിൻ, വലിയ ആവേശ് കുമാർ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ആന്ധ്രയിൽ ചെയ്തു, വഖഫിനിട്ട് പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണേൽ തമ്പിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് 1-2 ലക്ഷം ആളുകളെ കണ്ട് അതിൻ്റെ വ്യൂവർഷിപ്പ് ഒഴിവാക്കാം. പക്ഷേ റിയാലിറ്റി പറയണം. അത് ആഹ്ലാദിക്കാനൊന്നുമില്ല. ഈ സാധനം തിരിച്ചു വരാൻ പോവാണ്. ഇതേ വഖഫ് കമ്മിറ്റി പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചന്ദ്രബാബു നായിഡുവിന് സ്വാധീനമുള്ള, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യമുള്ള, പിന്നെ NDA സർക്കാരാണ്. ചന്ദ്രബാബു നായിഡു വന്നതിന് ശേഷം തിരുപ്പതി തിരുമലയുടെ കാര്യത്തിലൊക്കെ എടുത്തിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ തിരുമല ദേവസ്ഥത്തിൽ ജോലി ചെയ്തിരുന്ന നോൺ ഹിന്ദുക്കളായിട്ട് അഹിന്ദുക്കളായ ആളുകളെ മുഴുവൻ അവിടുത്തെ ബോർഡ് പുറത്താക്കി. അവിടുത്തെ തിരുപ്പതി ലഡുവിൻ്റെ പ്യൂരിറ്റി, അതിനകത്ത് മായം മൃഗക്കൊഴുപ്പ് ചേർക്കുന്നതിന് നടപടിയുണ്ടായി. അങ്ങനെ ഒരു ഹിന്ദുക്കളെ തൃപ്തിപ്പെടുത്തുന്ന, ഹിന്ദുക്കളെ സംരക്ഷിക്കുന്ന നിലപാട് പൊതുവിൽ ചന്ദ്രബാബു നായിഡുവിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വഖഫ് ഇല്ലാതാക്കാൻ, വഖഫ് എന്ന് പറഞ്ഞ സാധനം സ്ക്രാപ്പ് ചെയ്യാൻ കഴിയില്ല. അതാണ് വസ്തുത. കാരണം നമുക്കത് പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമമാണ്. വഖഫ് അതേപടി തുടരും. അതിൻ്റെ ഭരണസമിതി മാറ്റി ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവിൽ NDA-ക്ക്, BJP-ക്കും TDP പാർട്ടിക്കും തെലുങ്കുദേശം പാർട്ടിക്കും വേണ്ടപ്പെട്ട ആളുകളെ കമ്മിറ്റിയിൽ വെച്ച് ആളുകളെ ഉപദ്രവിക്കാതിരിക്കാനുള്ള കമ്മിറ്റി ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഗുണകരമാണ്. കാരണം YSR കോൺഗ്രസ് വെച്ച കമ്മിറ്റിയാണ് അത്. ഈ മുസ്ലിം പ്രീണനത്തിൻ്റെ ഭാഗമായി വെച്ച കമ്മിറ്റി ആയിരിക്കാം. അവർ മാറി ഇനിയിപ്പോൾ പുതിയ BJP സർക്കാർ, NDA സർക്കാരിന് താല്പര്യമുള്ള ഒരു കമ്മിറ്റി വരും. അത്രയും പോസിറ്റീവായിട്ട് കൂട്ടിയാൽ മതി. അത്രയും ഉപദ്രവം കുറഞ്ഞിരിക്കും. ഇപ്പോൾ യോഗി ഇപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ വഖഫിൻ്റെ ഭൂമി അളക്കുന്നുണ്ടല്ലോ യോഗി. എന്ത് പറയുന്ന പോലെ വഖഫിനെ മെരുക്കാൻ കഴിയുന്ന ഒരു കമ്മിറ്റി വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഗുണകരമാണ്. അല്ല വഖഫിനെ ആന്ധ്ര നിരോധിച്ചു, ഇനി ആന്ധ്രയിൽ വഖഫില്ല എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണാജനകമാണെന്ന് മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.